السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നൂറുൽ ഖുർആനിൻ്റെ ഈ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 81 ദർസുകൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നാം 63-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ വിശദീകരിച്ചത്. ഇന്നലെ നാം ഓതിയ ആയത്തും അതിനെ തുടർന്നുള്ള ആയത്തും ഒന്നുകൂടി കേൾക്കുക. أعوذ بالله من الشيطان الرجيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. അറുപത്തിമൂന്നാമത്തെ ആയത്ത് അതാണ് ഇന്നലെ നാം വിശദീകരിച്ചത്.
وإذ أخذنا ميثاقكم ورفعنا فوقكم الطور നിങ്ങളോട് നിങ്ങളുടെ ഉറപ്പ് അഥവാ കരാർ നാം വാങ്ങുകയും നിങ്ങളുടെ മീതെ പർവ്വതം നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭത്തെ ഓർക്കുക. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ബലത്തോടെ എടുത്തു സ്വീകരിച്ചു കൊള്ളുവിൻ. വദ്കുറൂ മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ അതിലുള്ളതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്ന്. അതിലുള്ളതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. അതിനെ തുടർന്നുള്ള ആയത്ത്, ഈ ആയത്തിൽ وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ അവിടെ പാരായണം ചെയ്യുമ്പോൾ خُذُوا مَا آتَيْنَاكُمْ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? خُذُوا مَا آتَيْنَاكُمْ മീമിന് ശേഷം അവിടെ മദ്ദുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം ദീർഘിച്ച് അതിനെ പാരായണം ചെയ്യണം. മാ ആതൈനാകും ബിഖുവ്വ മദ് മുൻഫസിലാണ് അല്ലേ? മദ് മുൻഫസിലാണ്. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ സുക്കൂനായ മീമിനു ശേഷം ബാ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യണം? ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ അതായത് ആതൈനാകും ബിഖുവ്വ. സാധാരണ സുക്കൂനായ മീമിനു ശേഷം മിക്കവാറും അക്ഷരങ്ങളെല്ലാം ഇദ്ഹാറാണ്. ആതൈനാകും അല്ലെങ്കിൽ അങ്ങനെ മീമിനെ മണിക്കാൻ പാടില്ല. എന്നാൽ ബാ എന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ അതിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് ആതൈനാകും ബിഖുവ്വ ആതൈനാകും എന്ന് ഇദ്ഹാർ ചെയ്യാതെ ആതൈനാകും ബിഖുവ്വ അല്പം മണിച്ചുകൊണ്ട് ഓതണം. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ തൻവീനു ശേഷം വാവ് എന്ന അക്ഷരമാണ്. തൻവീനു ശേഷം വാവ് എന്ന അക്ഷരമാണ്. അപ്പോ എന്താണ് അവിടുത്തെ നിയമം? ബിഖുവ്വത്തിൻ വദ്കുറൂ ഇദ്ഗാം ബിഗുന്ന ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യുക. ബിഖുവ്വത്തിൻ വദ്കുറൂ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ സുക്കൂനായ മീമിന് ശേഷം ത എന്ന അക്ഷരമാണ്, അവിടെ മണിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഇദ്ഹാറിന്റെ നിയമമാണ്. അതുകൊണ്ട് മണിക്കാതെ ഓതണം. ലഅല്ലക്കും തത്തഖൂൻ വഖഫ് ചെയ്യുമ്പോൾ അല്പം നീട്ടി വഖഫ് ചെയ്യുക. ثم توليتم من بعد ذلك فلولا ثم توليتم മീമിന് ഷദ്ദാണ്, അല്പം മണിച്ചോതുക. ثم توليتم من അവിടെ തവല്ലൈതും
തവല്ലൈത്തും അതിനുശേഷം മീമാണ്, സുക്കൂനായ മീമിന് ശേഷം മീമ് തന്നെയാണ് കടന്ന് വരുന്നത്. അവിടെ ഇദ്ഗാം ചെയ്യുക, കാരണം ഒരേ അക്ഷരങ്ങളാണ് മീമ് മറ്റു മീം, അടുത്ത മീം. അപ്പോൾ ഏകദേശം ഷദ്ദിന്റെ ഒരു രൂപമാണ് വരിക. അപ്പൊ സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക്, ഇദ്ഗാം മിസ്ലൈൻ. സുമ്മ തവല്ലൈതും മിൻ ബഅദി മിൻ ബഅദി സുക്കൂനായ നൂനിന് ശേഷം ബ എന്ന അക്ഷരമാണ്, അതുകൊണ്ട് അതിനെ ഇഖ്ലാബ് ചെയ്ത് പാരായണം ചെയ്യണം. മിൻ ബഅദി ദാലിക ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. فلولا فضل الله عليكم ورحمته عليكم سكنا ميمان അതിനു ശേഷം വ ആണ്. فضل الله عليكم ورحمته ഇദ്ഹാറാണ് അല്ലേ, عليكم ورحمته لكنتم സുകുനാ നൂന് ശേഷം ത എന്ന അക്ഷരമാണ്. ലകുന്തും മിനൽ ഖാസിരീൻ. فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ലകുന്തും അവിടെ ഇഖ്ഫാ ആണ്. പിന്നെ ലകുന്തും മിന സുക്കൂന മീമിന് ശേഷം വീണ്ടും മീമ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തവല്ലൈതും മിൻ എന്ന് പറഞ്ഞ അതേ രൂപം തന്നെ. ലകുന്തും മിൻ മിനൽ ഖാസിരീൻ. ഇദ്ഗാം മിസ്ലൈനിയാണ്. അപ്പോ ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. لكنتم من الخاسرين. അവിടെ അവസാനം വഖഫ് ചെയ്യുമ്പോൾ മിനൽ ഖാസിരീൻ എന്താണ്, ആരിദായ മദ്ദോട് കൂടി. നേരത്തെ ലഅല്ലക്കും തത്തഖൂൻ എന്ന് വഖഫ് ചെയ്തതുപോലെ ലകുന്തും മിനൽ ഖാസിരീൻ എന്നാണ് വഖഫ് ചെയ്യേണ്ടത്. ഇന്നലെ നമ്മൾ വിശദീകരിച്ച ക്ലാസ്സിൽ وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയായ ബനു ഇസ്രായേൽ വിഭാഗത്തിന് അവരുമായി നൽകിയ ഒരു കരാറിനെയാണ്, അവരുമായി നടത്തിയ ഒരു കരാറിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ കരാറ് അവർ ലംഘിക്കുകയും ആ കരാറിനെ സംബന്ധിച്ചിടത്തോളം ആ കരാർ അവരിൽ നിന്ന് വാങ്ങുകയും അവരുടെ മീതെ പർവ്വതത്തെ ഉയർത്തുകയും ചെയ്തു. എന്നിട്ട് നാം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ ഫലമായി സ്വീകരിച്ചുകൊള്ളുക, എടുത്തുകൊള്ളുക, ബലത്തോടെ എടുത്തുകൊള്ളുക. അതിലുള്ളതിനെ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാം. അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പ്
ഈ ആയത്ത് കൂടി ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين എന്ന ആയത്ത് കൂടി ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. സമയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ നമുക്ക് വിശദീകരിക്കാം. ثم توليتم ثم توليتم ثم പിന്നീട് തവല്ലൈത്തും നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു മിൻ ബഅദി ദാലിക അതിനുശേഷം മിൻ ബഅദി ദാലിക അതിനുശേഷം ഫലൗല എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ ഫലൗല എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ ഫദ്ലുല്ലാഹി അല്ലാഹുവിന്റെ അനുഗ്രഹം, അല്ലാഹുവിന്റെ ദയ, അല്ലാഹുവിന്റെ ഔദാര്യം അലൈക്കും നിങ്ങളുടെ മേൽ വറഹ്മതുഹു അവന്റെ കാരുണ്യവും ലകുൻതും നിങ്ങൾ ആയിരിക്കുക തന്നെ ചെയ്യുമായിരുന്നു മിനൽ ഖാസിരീൻ നഷ്ടപ്പെട്ടവരിൽ, മിനൽ ഖാസിരീൻ നഷ്ടപ്പെട്ടവരിൽ. ഒന്നുകൂടി സുമ്മ തവല്ലൈത്തും പിന്നെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു മിൻ ബഅദി ദാലിക അതിനുശേഷം ഫലൗല എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ ഫദ്ലുല്ലാഹി അല്ലാഹുവിന്റെ ഔദാര്യം, അല്ലാഹുവിന്റെ ദയ അലൈക്കും നിങ്ങളുടെ മേൽ വറഹ്മതുഹു അവന്റെ കാരുണ്യവും ലകുൻതും നിങ്ങൾ ആയിരിക്കുക തന്നെ ചെയ്യുമായിരുന്നു മിനൽ ഖാസിരീൻ നഷ്ടപ്പെട്ടവരിൽ. അപ്പോ ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. പിന്നീട് അതിനുശേഷമായി നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, എന്നാൽ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരാകുക തന്നെ ചെയ്തിരുന്നു. പിന്നീട് അതിനുശേഷമായി നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, എന്നാൽ നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ദയയും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരാകുക തന്നെ ചെയ്തിരുന്നു. സുമ്മ നമ്മള് മുൻ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സുമ്മ എന്നത്. സുമ്മ ഹർഫ് അത്ഫാണ് അല്ലെ, സുമ്മ ഹർഫ് അത്ഫാണ്. സുമ്മ എന്നതിന്റെ അർത്ഥം പിന്നെ എന്നാണ്. എന്താണ് പിന്നെ, പിന്നീട് ഒരു കാര്യം ചെയ്തതിനു ശേഷം പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മുൻകാലത്ത് മുൻ പറഞ്ഞ ഒരു വിഷയത്തിന് ശേഷം മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടി അതിനിടയിൽ ചേർക്കുന്ന ഹർഫാണ് സുമ്മ. അത് അത്ഫാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് കരാർ വാങ്ങി എന്ന് ആ കരാറിന് ശേഷം പിന്നെന്താണ് സുമ്മ, പിന്നെ തവല്ലൈത്തും. അപ്പൊ അതെങ്ങോട്ട് പോകുന്നു? ആ സുമ്മ അത് അത്ഫ് ചെയ്യപ്പെടുമ്പോൾ, അത് അത്ഫ് ചെയ്യുമ്പോൾ നേരത്തെ അല്ലാഹു കരാർ വാങ്ങിയ സംഭവത്തിലേക്കാണ് അത് പോകുന്നത്. അതിനുശേഷം, ഏതിനു ശേഷം? സുമ്മ പിന്നെ എന്ന് പറയുമ്പോൾ അത് നേരത്തെ നടന്ന സംഭവം അതാണ്. അപ്പൊ സുമ്മ തവല്ലൈത്തും, തവല്ലൈത്തും
തവല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ. വലിയ എന്ന അടിസ്ഥാന പദത്തിൽ നിന്ന്, ഫിഅലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടാകുന്നത്. വലിയ വലിയ അതിന്റെ മുദാരി വരുന്ന യലി, അംറ് വരുന്നത് ലി എന്നായിരിക്കും. വിലായത്ത് എന്നത് അതിന്റെ മസ്ദറുമാണ്, വലിയ എന്ന് പറയുമ്പോൾ. അതിൽ നിന്നുണ്ടാകുന്ന ഏത് തരത്തിലുള്ള, ഏത് വസനിൽ വരുന്നതായിരിക്കാം തവല്ല, ഏത് തഫഅല വസനിലാണ് അത് വരുന്നത്, അല്ലെ? തഫഅല വസനിലാണ് അത് വരുന്നത്. തഫഅല വസനിലാണ് അത് വരുന്നത്, തവല്ല. ശരിക്കും എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഏത് ഫിഅലിനുള്ള ഉദാഹരണമാണ്? വലിയ എന്ന് പറയുമ്പോൾ ലി എന്നതാണ് അതിന്റെ അംറായിട്ട് വരുന്നത്. ലി. ഇത് മുഅത്തല്ലായ ഒരു ഫിഅൽ. വലിയ എന്നത് മുഅത്തല്ലായ ഒരു പദമാണ്, ഒരു ഫിഅലാണ്. മുഅത്തല്ലിൽ ഏത് ഇനമാണ് വലിയ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഅത്തല്ലായ ഫിഅലിലെ അൽ ഫിഅലു അൽ ലഫീഫ് അൽ മഫ്റൂഖ്, അല്ലേ? എന്താണ്, എല്ലാവരും മറന്നുപോയോ? അൽ ഫിഅലു ലഫീഫ് അൽ മഫ്റൂഖിലാണ് അത് വരുന്നത്. കാരണം എന്താണ്? അൽ ഫിഅലു ലഫീഫ് അൽ മഫ്റൂഖിൽ വലിയ എന്ന ഫിഅൽ വരുന്നത് എന്തുകൊണ്ടാണ്? തവല്ല എന്നതിന്റെ അടിസ്ഥാന പദം മിഡിൽ ആൻഡ് ലാസ്റ്റ് അത് മഖറൂനാണ്. മിഡിലും ലാസ്റ്റും മഖറൂനായിട്ടാണ് വരിക, അല്ല മഖറൂനായിട്ടാണ് വരിക. ഇത് മഫ്റൂഖാണ്. മഫ്റൂഖ് എന്ന് പറയുമ്പോൾ ഇല്ലത്തിന്റെ അക്ഷരം ആദ്യത്തിലും അവസാനത്തിലുമായി വരുന്നത്, അതാണ് മഫ്റൂഖ്. അതായത് നടുവിലുള്ള അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. നടുവിലുള്ള അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ അത് അതാണ് ഹർഫുൽ ഇല്ല അല്ലെങ്കിൽ ഹുറൂഫുൽ ഇല്ല ഫി അവ്വലിഹി വ ആഖിരിഹി, അങ്ങനെ അല്ലെ? അതിന്റെ ആദ്യത്തിലും അവസാനത്തിലും വരിക, അതാണ് അൽ ലഫീഫ് അൽ മഫ്റൂഖ് എന്ന് പറയുന്നത്. അപ്പോ തവല്ല സാന്ദർഭികമായി ആ ഒരു ഫിഅൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ അത് മനസ്സിലാക്കുക. കാരണം അതിന്റെ ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽ ബലാഗ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അതിന്റെ തസ്രീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതെപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കണം. തവല്ലൈത്തും, അവിടെ തവല്ല തവല്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫിഅൽ അംറ് എങ്ങനെ പറയാം? തവല്ലൈത്തും, തവല്ലൈത്തും, തവല്ലൈ, ഇങ്ങനെ തവല്ലൈത്തും. ഫിഅൽ അംറ്
ഫിയൽ മാദി മബ്നിയുൻ അല സുക്കൂൻ. ഫിയൽ മാദി അതുപോലെ മബ്നിയുൻ അല സുക്കൂൻ, ഞാൻ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിയൽ മാദി മബ്നിയുൻ അല സുക്കൂൻ, സുക്കൂനിൽ മേൽ മബ്നിയാകുന്ന ഫിയൽ മാദി. പിന്നെ തും, തും എന്ന് പറയുമ്പോൾ അവിടെയുള്ള തും എന്താണ്? ളമീർ എങ്ങനെ പറയാം? ളമീർ മബ്നിയുൻ അല സുക്കൂൻ ഫി മഹല്ലി റഫ്ഇ. ഇങ്ങനെ ളമീർ മബ്നിയുൻ അല സുക്കൂൻ ഫി മഹല്ലി റഫ്ഇ ഫാഇൽ അല്ലേ? രൂപത്തിലാണ് വരിക. അപ്പോ ഇവിടെ തവല്ലൈത്തും എന്ന സീഗ അതുകൂടി ഒന്ന് പറയുക. തുമ്മ തവല്ലൈത്തും ഫിയൽ മാദിയാണ് അല്ലെ? ഫിയൽ മാദിയാണ്. അതിന്റെ സീഗ എങ്ങനെയാണ്? ഹാദർ, മുദക്കർ, ജംആണ്. ഹാദറാണ്, മുദക്കറാണ്, ജംആണ് അല്ലെ? ശരി. അപ്പൊ തുമ്മ തവല്ലൈത്തും എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. പിന്നെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. മിൻ ബഅദി ദാലിക, മിൻ ഹർഫ് ജർ, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. മിൻ എന്ന് പറയുമ്പോൾ ഹർഫ് ജറാണ്. ബഅദി ദാലിക, എന്താണ് ബഅദി ദാലിക്? ബഅദ റഫ് സമാനാണ്. ഇവിടെ അത് മഫ്ഊൽ ബിഹി ആയി വന്നത് കൊണ്ട് ബഅദി എന്നായി മാറുന്നു. സോറി, മജ്റൂറായി വന്നത് കൊണ്ട് ബഅദി എന്നായി മാറുന്നു. മിൻ ബഅദി എന്നായി മാറുന്നു. ദാലിക എന്ന് പറയുന്നത് ഇസ്മ ഇഷാറയാണ് അല്ലെ? ദാലിക എന്ന് പറയുന്നത് ഇസ്മ ഇഷാറയാണ്. ദാലിക ഇസ്മ ഇഷാറയാണ്, എല്ലാവർക്കും അറിയാം, അത് എന്ന അർത്ഥത്തിൽ. ബഅദി ദാലിക എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്ന് പറയുമ്പോൾ അവിടെ ദാലിക ബഅദയും ദാലികയും തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്. അതെന്താണ്? ഫി മഹല്ല് ജറ് മുളാഫ് ഇലൈഹി. മിൻ ബഅദി ദാലിക അവിടെ ബദൽ വരുന്നില്ല. മിൻ ബഅദി ദാലിക എന്ന് പറയുമ്പോൾ അതിനുശേഷം എന്നേ ഉള്ളൂ. മറ്റൊരു ഇസ്മിന് സൂചിപ്പിച്ചുകൊണ്ട് രണ്ടാമതൊരു ഇസ്മ വരുന്നില്ല. അതുകൊണ്ട് അവിടെ ബദലല്ല. ഫി മഹല്ല് ജർ മുളാഫ് ബഅദി ദാലിക് എന്ന് പറയുമ്പോൾ അതിനുശേഷം ദാലിക എന്ന ഇസ്മു ഇഷാറ മബ്നിയുൻ അലൽ ഫത്ഹി ഫി മഹല്ല് ജർ മുളാഫ് ഇലൈഹി. അതാണ്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുളാഫ് ഇലൈഹിയുടെ സ്ഥാനത്താണ് എന്ത് വരുന്നത്? ദാലിക വരുന്നത്. അപ്പൊ ദാലിക എന്നുള്ളിടത്ത് അത് ദാലിക ഇസ്മു ഇഷാറയാണ്, അത് മബ്നിയാണ്, അത് മുഅറബല്ല, അതിന് മാറ്റം വരില്ല. ദാലിക എപ്പോഴും ദാലിക തന്നെ, അതിന് ദാലിക്കി ആവൂല, ദാലിക്കു ആവൂല. കാരണം എന്താണ്? അത് മബ്നിയാണ്. മബ്നി എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരാത്തത് എന്നർത്ഥം. ഇറാബ് സംഭവിക്കാത്തത്. മുഅറബ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരുന്നതിന് മുഅറബ് എന്നും, അവസാന അക്ഷരത്തിന് മാറ്റം വരാത്തതിന് മബ്നി എന്നും പറയും. അപ്പൊ അതുകൊണ്ട് ദാലിക എന്നത് ഇസ്മ ഇഷാറ ആണ്. ആ ഇസ്മ ഇഷാറയാണെങ്കിലോ അത് മബ്നിയാണ്. മബ്നി ആയതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരില്ല. മുളാഫ് ഇലൈഹി സാധാരണ അതിന്റെ അടയാളം പറയാ പിന്നെ കെസറാണ് അല്ലെ? ജെറ് ചെയ്യപ്പെടുന്നത് കെസറിന്മേലാകുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ദാലിക്കി എന്നല്ല പറയേണ്ടത്. പക്ഷെ ദാലിക്കി എന്ന് പറയില്ല, കാരണം അത് മബ്നിയാണ്.
മബ്നി ആയതുകൊണ്ട് അതൊരിക്കലും അനുമാറ്റമില്ല. മിൻബഅദി അപ്പോ ثم توليتم من بعد ذلك, പിന്നീട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. ശരി. ഫലൗല ഇവിടെ 3 അക്ഷരങ്ങളാണ്. ഫ കൂട്ടണം ലൗ കൂട്ടണം ല. ഫലൗല എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്നർത്ഥം. ഫ എന്നത് ഇവിടെ സുമ്മ തവല്ലൈതു മിൻ ബഅദി ദാലിക, അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. എന്നാൽ പിന്നെ അതിനുശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു. ഫലൗല, ഫ എന്നത് അവിടെ എന്തായി മാറുന്നു? അത്ഫിന്റെ അക്ഷരമാകുന്നു. നമ്മൾ സംസാരിക്കുന്നത് ഫാനെ കുറിച്ചാണ്. ഫ എന്നത് ഹർഫ് അത്ഫായി മാറുന്നു. നമ്മൾ സംസാരിക്കുന്നത് ഫാനെ കുറിച്ച്. അപ്പോ ഹർഫ് അത്ഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അത് ഇസ്തിനാഫിന്റെ ഫ ആണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് വായനയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം മാത്രമാണ്. ഇവിടെ ഫ എന്നത് നമ്മൾ അത്ഫിന്റെ വാവായിട്ട് എടുക്കാം. എന്നാൽ എന്ന അർത്ഥത്തിൽ. പിന്നെ ലൗ എന്നത് എങ്കിൽ എന്നർത്ഥം. ലൗ എങ്കിൽ. ലൗ എന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നിരുന്നാലും ഏറെക്കുറെ നമുക്ക് അറിയാവുന്ന ഒരു പദമാണ് ലൗ. ലൗ എന്നത് ഹർഫ് ഷർത്തായിട്ട് നമ്മൾ കാണുക. ഷർത്തിന് വേണ്ടിയിട്ടുള്ള ഹർഫാകുന്നു എന്ന് മനസ്സിലാക്കുക. അത് ലാ എന്നത് ലൗ ഹർഫ് ഷർത്ത്. അവിടെ ലൗ അതിലേക്ക് ലാ ചേരുമ്പോൾ ലൗ ലാ എന്നായി മാറുന്നു. അപ്പൊ ഇവിടെ ലൗ എന്നത് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ലൗല എന്നതിന്റെ അർത്ഥം ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ്. അപ്പൊ അതും ആ അർത്ഥത്തിൽ ഹർഫ് ഷർത്തായിട്ട് തന്നെ കാണുന്നു. ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ, മറ്റൊന്ന് ഇല്ലായിരുന്നെങ്കിൽ. ലൗ എന്നത് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്, ലൗല എന്ന് പറയുമ്പോൾ അത് ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് അതിനർത്ഥം പറയുക. ലൗല ഇല്ലായിരുന്നെങ്കിൽ എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ അത് ഹർഫ് ഷർത്താണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നമ്മളൊരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഷർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഷർത്തിനുള്ള ജവാബ് പിന്നീട് ഉണ്ടായിരിക്കണം എന്നത് മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. ഒരു ഷർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജവാബ് ഷർത്ത് ഉണ്ടായിരിക്കണം. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെയൊക്കെ അതിലൊരു ജവാബ് കൂടി അപ്പുറം ഉണ്ടാവണം. ലൗല എന്ന് പറയുമ്പോൾ ഹർഫ് ഷർത്താണ്. ഫലൗല ഫദ്ലുല്ലാഹി,
അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ദയ. ഫദ്ലുല്ലാഹി, അസ്സലാം, ഫദ്ലുല്ലാഹി, ഫദ്ലുല്ലാഹി, അള്ളാഹുവിന്റെ കാരുണ്യം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം. അള്ളാഹുവിന്റെ ഔദാര്യം എന്താണത്? മുലാഫ് മുലാഫ് ഇലൈഹിയാണ്. അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞത് ഫളുല്ലാഹി, മുലാഫ് മുലാഫ് ഇലൈഹി. ഫളുല് എന്താണ്? ഔദാര്യം. അല്ലാഹി എന്ന് പറയുമ്പോൾ ലഫ്ലുൽ ജലാല, അത് ഇസ്മുൽ ജലാല മുലാഫ് ഇലൈഹി. അതുകൊണ്ട് മുലാഫ് ഇലൈഹി മുലാഫ് ഇലൈഹി മജ്റൂർ ആകുന്നു അല്ലെ? മുലാഫ് ഇലൈഹി സെയിമാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മുലാഫ് ഇലൈഹി ഏത്? അല്ലാഹി എന്ന് പറയുന്നത് മുലാഫ് ഇലൈഹി. ഫലൗലാ ഫദ്ലുല്ലാഹി, അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾക്ക് എന്ന അള്ളാഹുവിന്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, അലൈക്കും, അലൈക്കും എന്ന് പറയുമ്പോൾ അല, അല ഹർഫ് ജർ, പിന്നെ ഹർഫ് ജറാണ്. കും എന്നത് അലൈക്കും എന്നതിലെ കും എന്ന് പറയുന്നത് അലാ കൂട്ടണം അൻതുമാണ് എന്ത് ശരിക്കും അലൈക്കും. പക്ഷെ ഇവിടെ കും എന്ന് പറയുമ്പോൾ അതെന്താണ്? ളമീർ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി ജർ. കാരണം ഇസ്മ മജ്റൂർ, ഇസ്മ മജ്റൂർ. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, വറഹ്മതുഹു, വറഹ്മതുഹു, വറഹ്മതുഹു. വാവ് എന്താണ്? ഹർഫ് അത്ഫാണ്. പിന്നെ റഹ്മതുഹു എന്ന് പറയുമ്പോ റഹ്മത്ത് എന്ന് പറയുന്നതിനെ അത് മഅ്തൂഫായി വരുന്നു. എങ്ങോട്ടാണ്? ഫദ്ലിലേക്ക് അല്ലെ? മഅ്തൂഫുൻ, ഫദ്ലിലേക്ക് അത് മഅ്തൂഫാണ്. ഫലൗലാ ഫദ്ലുല്ലാഹി, അല്ലാഹുവിന്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, വറഹ്മതുഹു അവന്റെ കാരുണ്യവും, അലൈക്കും നിങ്ങളുടെ മേൽ എന്ന് പറയാം. അലൈക്കും എന്നതിന് മുഖദ്ദമായി അവിടെ നൽകി എന്ന് മാത്രം. അത് ഭാഷയിൽ മുഅഖറായി നൽകിയാലും അതിന് പ്രശ്നമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിന് പ്രത്യേകമായ അർത്ഥവും ഗൗരവവും നൽകിക്കൊണ്ട് അവന്റെ പിന്നെ പ്രയോഗങ്ങളാണ്. അതിനെ നാം ആ നിലക്ക് തന്നെ ഉൾക്കൊള്ളുക. ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, ഫലൗലാ ഫദ്ലുല്ലാഹി വറഹ്മതുഹു അലൈക്കും, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ കാരുണ്യം, അനുഗ്രഹം, ഇത് നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ എന്നർത്ഥം. ഇപ്പൊ റഹ്മത്തുഹു എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ റഹ്മത്തുഹു എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി, മുലാഫ് മുലാഫ് ഇലൈഹി കൂടിയാണ്. മുലാഫ് മുലാഫ് ഇലൈഹി ആകുന്നു. റഹ്മത്ത് എന്താണ്? മുലാഫും അതുപോലെ ഹു എന്ന് പറയുന്നത്. അപ്പോൾ റഹ്മത്ത്
ഹു എന്ന് പറയുന്നത് റഹ്മത്തുൻ, അതിനോട് ഹുവ എന്ന ലമീർ ചേരുകയാണ്, അതാണ് റഹ്മത്തുഹു. അപ്പൊ ഇവിടെ ഹു എന്നത് എന്താണ്? ലമീർ മുത്തസിലാണ് അല്ലെ, മുത്തസിലായി വരുന്ന ലമീറാണ്. ലമീർ മുത്തസിലുൻ മബ്നിയുൻ അല الضم അല്ലെ, ഫി മഹല്ലി ജർ മുളാഫ് ഇലൈഹി, ഇങ്ങനെയാണ് വരുന്നത്. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. لكنتم ല കൂട്ടണം കുന്തും. അപ്പോ ലാമ് ഇവിടെ വരുന്നത് ഷർത്തിനുള്ള ജവാബായിട്ടാണ് വരുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞ ഷർത്തുണ്ട്, ഫലൗല എന്ന് പറഞ്ഞ ലൗല ഇല്ലായിരുന്നെങ്കിൽ എന്നതിനുള്ള ജവാബായിട്ടാണ് അവിടെ ലാമ് വരുന്നത്. ല ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് ആ ലാമ് ഇതിനുള്ള ജവാബാണ്. അതോടൊപ്പം അതിന് ഒരു തൗക്കീദിന്റെ സ്വഭാവം കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ലകുന്തും, തൗക്കീദിന്റെ ഒരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പോ ലകുന്തും നിങ്ങൾ ആയിരിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ്. ലകുന്തും അല്ല, ലകുന്തും അവിടെ ഇതിനുള്ള ഷർത്തിനുള്ള ജവാബായിട്ടാണ് വരിക. ലകുന്തും, കുന്തും എന്നത് എന്താണ്? കുന്തും, അതിന്റെ സീഗ എന്താണ്? ലകുന്തും നിങ്ങൾ ആയിരിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഹാദിർ മുദക്കർ ജംഅ മാദി, അത് നാഖിസ് അല്ല. നാഖിസ് എന്നല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്, മറ്റെന്തോ ആണ്. നാസിഖ് എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. നാഖിസ് എന്ന് പറയില്ല. നാഖിസ് എന്ന് പറയുമ്പോ ഇത് കാന നാഖിസ് ആവില്ല. കാന എപ്പോഴും അജ്വഫ് ആയിട്ടാണ് വരിക, നാഖിസ് അല്ല. കാന അജ്വഫ് ആണ് അല്ലെ, നമ്മള് പഠിച്ചിട്ടുണ്ട്. കാന എന്ന് പറയുന്നത് അജ്വഫ് ആണ്. അത് കാനയുടെ ഉദ്ദേശം അത് നാസിഖ, നാഖിസ് അല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ. അപ്പോ ലകുന്തും നിങ്ങൾ ലകുന്തും കാന കുന്തും ഇവിടെ പറഞ്ഞു. ലകുന്തും ആയിരിക്കുക തന്നെ ചെയ്യുമായിരുന്നു. കുന്തും നിങ്ങളായിരുന്നു എന്നർത്ഥം. കുന്തും എന്ന് മാത്രം പറയുമ്പോൾ നിങ്ങളായിരുന്നു. അപ്പൊ അവിടെ കുന്തും അവിടെ എങ്ങനെ വരിക? കുൻ കൂട്ടണം തും. കുൻ എന്ന് പറയുമ്പോ അത് ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ. ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ. അല സുകൂൻ ഇപ്പോഴും അലിഫ് ലാം കൊടുക്കുക. അല സുകൂൻ ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂൻ. പിന്നെ തും എന്നത് ഫിഅൽ മാദി മബ്നിയുൻ അല സുകൂനി. തും എന്നത് ളമീർ ആകുന്നു. തും ളമീർ മുത്തസിൽ എന്ന് പറയണ്ട. ളമീർ മുത്തസിൽ എന്ന് പറയില്ല. ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി
റഫ്ഇ ഫാഇൽ എന്ന് അതിനോടൊപ്പം ഇസ്മ കാനയാണ് അല്ലെ? ഇസ്മ കാന, കാനയുടെ ഇസ്മായിട്ടാണ് വരുന്നത്. കാനയുടെ ഇസ്മായിട്ടാണ് വരുന്നത്. ഫകുന്തും മിനൽ ഖാസിരീൻ. മിന ലകുന്തും മിന. മിനൽ ഖാസിരീൻ. മിന എന്നത് മിൻ ഹർഫ് ജർ, ഹർഫ് ജർ. അൽ ഖാസിരീൻ എന്ന് പറയുമ്പോൾ ഖസിറ, ഖസിറ അതിന്റെ ഇസ്മു ഫാഇലാണ് ഖാസിറുൻ. എന്താണ്? ഖാസിറുൻ. അതിന്റെ ഇസ്മു ഫാഇലാണ് ഖാസിറുൻ. അതിന്റെ ജംആണ് ഖാസിറൂന. ഖാസിറൂന ജംഅ എന്ത് ജംആണത്? ജംഅ ഖാസിറൂന. വാവ് നൂന് ചേരുന്ന ജംഅ മുദക്കർ സാലിമാകുന്നു. ആ ഖാസിറൂന എന്നതിനെ നമ്മൾ മഅരിഫയായിക്കൊണ്ട് നൽകുമ്പോൾ അൽ ഖാസിറൂന എന്നായി മാറുന്നു. അൽ ഖാസിറൂൻ, അൽ ഖാസിറൂൻ. എന്നാൽ മിൻ എന്ന ഹർഫ് ജർ അതിന്റെ മുമ്പിൽ വന്നപ്പോൾ അൽ ഖാസിറൂൻ എന്നത് മജ്റൂറായി മാറുന്നു. ജംഅ മുദക്കർ സാലിമ് മജ്റൂറാകുന്ന സന്ദർഭത്തിൽ വാവ് നൂനിനെ യാ നൂനാക്കി മാറ്റുന്നു. അപ്പോൾ മിൻ അൽ ഖാസിരീൻ, മിൻ അൽ ഖാസിരീൻ എന്നായി മാറുന്നു. അപ്പൊ നഷ്ടകാരികൾ, ഖസിറ നഷ്ടപ്പെട്ടു, ഖാസിറുൻ നഷ്ടപ്പെട്ടവൻ, ഖാസിറൂന മനസ്സിലായല്ലോ, ഖാസിറൂന. അപ്പോ അതാണ് മിനൽ ഖാസിരീൻ എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായും ആ ജുംല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കുന്തും എന്ന് പറയുന്ന കാനയുടെ ഖബറായി വരുന്നു എന്നതാണ്. അതും കാനയുടെ ഖബറായി വരുമ്പോൾ സ്വാഭാവികമായും ആ ജുംല അത് നസുബിലാണ്. മനസ്സിലായല്ലോ? നസുബിലാണ്, നസുബിന്റെ സ്ഥാനത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജുംലത്തു ഫി മഹല്ലി നസ്ബിൻ, കാരണം ഖബറു കാന എന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ വിശദീകരണം നാളെ നമുക്ക് പറയാം. സമയം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, നൂറുൽ ഖുർആന്റെ ശ്രോതാക്കളോടും പഠിതാക്കളോടും അത് പിന്നീട് കേട്ട് പഠിക്കുന്നവരോടും റെക്കോർഡിംഗ് കേട്ട് പഠിക്കുന്നവരോടും എല്ലാവരോടുമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നൂറുൽ ഖുർആനിന്റെ ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഒരു ദിവസം പ്രഖ്യാപിക്കുന്നതാണ്. അത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ്. നിങ്ങൾക്ക് പരിശോധിച്ച്, പുസ്തകം പരിശോധിച്ച് തഫ്സീറുകൾ നോക്കി ആൻസർ ചെയ്യാവുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരികയും അത് നിങ്ങൾ ഉത്തരം എഴുതി അയക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്, ഇപ്പോൾ 64 ആയത്തുകൾ ആണ് ഇതിനകം ഇപ്പം നമ്മൾ പറഞ്ഞത്. അതിൽ 63, 64 അതിൻ്റെ തഫ്സീർ പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം പഠിച്ച അത്രയും ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി അമാനി മൗലവിയുടെ തഫ്സീർ വായിക്കുക. അതോടൊപ്പം അതിലടങ്ങിയ നിയമങ്ങളെക്കുറിച്ച് ഒന്ന് കണ്ണോടിക്കുക. കൃത്യമായിട്ടും ഒന്ന് വായിച്ച് ഒന്ന് കണ്ണോടിക്കുക. അക്കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഒന്ന് ഇതുവരെ വായിച്ചത് നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുക. അതോടൊപ്പം അതെ ഇൻഷാ അല്ലാഹ് ഒരു 60 ആയത്ത് നമുക്ക് ഏതുവരെ എന്നുള്ളത് 62
61 ആയത്ത് വരെ എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. 61 ആയത്ത് വരെ. അപ്പോ ഇതിനകം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ട്. ആ പഠിക്കുന്നത് ഒന്നുകൂടി നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുക, ഒന്ന് വായിക്കുക, ആദ്യം മുതലൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ അതുപോലെ നിങ്ങളിൽ പലരും ഇത് ഹിഫ്ളാക്കുന്നവരുണ്ട്. നൂറുൽ ഖുർആന്റെ ഈ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ സൂറത്തുൽ ബഖറ കാണാതെ പഠിക്കുന്ന ആളുകളുണ്ട്. ആ കാണാതെ പഠിക്കുന്നത്, ഹിഫ്ളാക്കുന്നത് ഏറ്റവും വലിയ ഒരു നല്ല ഒരു അമലായിട്ട് നമ്മൾ അതിനെ കാണുക. അതുകൊണ്ട് അത് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഒരു തസ്ജീഅ് എന്നുള്ള നിലക്ക്, നിങ്ങളെ ഒന്നുകൂടി അതിനെ ഒന്ന് പ്രേരിപ്പിക്കുക എന്നുള്ള നിലക്ക് ഞാൻ പറയാണ്. അത് ആ ഹിഫ്ള് നിങ്ങൾ കൃത്യമായി തുടർന്നു കൊണ്ടുപോവുക. വിശുദ്ധ ഖുർആൻ കേവലം പാരായണ ഗ്രന്ഥമല്ല. അതുപോലെ അതിന്റെ ഭാഷ, അറബിയും മറ്റു കാര്യങ്ങളും പഠിക്കേണ്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാഷാ ഗ്രന്ഥമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അതിലടങ്ങിയ ഭാഷാ നിയമങ്ങളും അതിലെ ഗ്രാമറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ഹിഫ്ളാക്കുക. ആ ഹിഫ്ളിനെ നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിച്ചും അല്ലാതെയൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു പോവുക. ഗ്രാമർ ചോദിക്കുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും നമ്മുടെ ഈ ക്ലാസിന്റെ നൂറുൽ ഖുർആൻ ക്ലാസ്സിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഏറ്റവും കൂടുതലായി ഗ്രാമർ വിശദീകരിക്കുന്നു എന്നുള്ളത്. സാധാരണ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റ് ക്ലാസ്സുകളിൽ സ്വാഭാവികമായും ഗ്രാമറിനധികം പ്രാധാന്യം ഉണ്ടാവാറില്ല. അർത്ഥം പറയും, അതിന്റെ വിശദീകരണവും പറഞ്ഞു പോവാറാണ് പതിവ്. അതുകൊണ്ട് നൂറുൽ ഖുർആന്റെ മാത്രം സവിശേഷതയായ ഗ്രാമറിനെ ക്വസ്റ്റ്യനിൽ നിന്ന് ഒഴിവാക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് കുറെ ഗ്രാമർ ചോദ്യം ഉണ്ട്, ഞങ്ങൾ ഗ്രാമർ അധികം പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ഉത്തരം എഴുതുന്നതിൽ നിന്ന് നിങ്ങൾ പിറകോട്ട് പോകരുത്. എല്ലാ ചോദ്യവും ഗ്രാമർ അല്ല, മറിച്ച് ധാരാളം മറ്റു ചോദ്യങ്ങൾ ഉണ്ടാകും. നന്നായി നിങ്ങളത് വായിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അത് ഖുർആന്റെ പഠനത്തിനോടും അതിന്റെ പരീക്ഷയോടും കാണിക്കുന്ന മര്യാദയല്ല. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റായി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നിലക്ക് നിങ്ങൾ പരമാവധി അത് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനത്തിൽ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഖുർആൻ അത് ലോകത്തിന് അല്ലാഹു നൽകിയ, ഈ മാനവ ലോകത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട മഹാ അമാനുഷികമായ ഗ്രന്ഥവും കാലാധിവർത്തിയായ ഗ്രന്ഥവുമാകുന്നു വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ നമ്മുടെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഏതാനും വർഷങ്ങൾ മാത്രം ജീവിക്കുന്ന വിശുദ്ധ ഖുർആനാവട്ടെ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ ഹൃദയങ്ങളിലുണ്ട്, അവരുടെ കാതുകളിലുണ്ട്, അവരുടെ ചുണ്ടുകളിലുണ്ട്, അവരുടെ മറ്റെല്ലാ അവയവങ്ങളിലും വിശുദ്ധ ഖുർആൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ആവട്ടെ വളരെ കുറഞ്ഞ ചില വർഷങ്ങൾ മാത്രമാണ് ഇത് കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിത കാലയളവിനുള്ളിൽ ആ ഖുർആനിന്റെ മധുരിമ നുകരുവാനും അതിന്റെ ആദർശത്തെയും ആശയത്തെയും സ്വാംശീകരിക്കുവാനും ജീവിതത്തിന്റെ മറ്റെല്ലാ മേഖലകളിലേക്കും അത് പകർന്നു നിൽക്കുവാനും സമൂഹത്തിന് നന്മ ധാരാളമായി ചൊരിഞ്ഞു കൊടുക്കുവാനും ഹൃദയവിശാലതയുണ്ടാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അനുഗ്രഹങ്ങൾ നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ഇരുത്തവും നിങ്ങളുടെ ഈ കേൾവിയും നമ്മുടെ ഒന്നിച്ചുള്ള ഈ പഠന സംരംഭവും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവന്റെ വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് അവിടെ പരലോകത്ത് വെച്ച് അതിന് തക്കതായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم تقبل منا إنك أنت السميع العليم.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.